പുരോഹിത ദർശനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ബഹുമാന്യനായ റവറൻ ഡോക്ടർ ജയൻ തോമസ് അച്ഛനാണ്. അച്ഛൻ വിവിധ ഇടവകളിൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ വിവിധ ഇടവകകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അച്ഛൻ വിവിധ ഭദ്രാസനങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സഭയുടെ വികാരി ജനറലാണ്. പ്രിയപ്പെട്ട അച്ഛൻ നല്ലൊരു കലാകാരനാണ്, വാഗ്മിയാണ്. പ്രിയപ്പെട്ട അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ നമസ്കാരം. നമസ്കാരം. അച്ഛൻ എങ്ങനെയാണ് ഈ ഒരു മിനിസ്ട്രിയിലേക്ക് വരാനായിട്ട് ഇടയായത്? ഞാൻ ഈ മിനിസ്ട്രിയിലേക്ക് വരാൻ ആദ്യമൊന്നും ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. എന്നാൽ ഞങ്ങളുടെ മാതാവിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരാണ്, 4 സഹോദരങ്ങൾ, 3 സഹോദരന്മാർ, ഒരു സഹോദരി. മൂത്ത ബ്രദർ അറിയാമല്ലോ, ഒരു കാർഡിയാക് thoracic സർജനാണ്. ഇളയ അനിയനൊരു ഉദ്യോഗസ്ഥനും ബിസിനസ്സൊക്കെയാണ്. അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായൊരു ലൈഫ് സ്റ്റൈലാണ് ഞാൻ തിരഞ്ഞെടുത്തത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാവിന് ഒരാഗ്രഹമുണ്ടായിരുന്നു, ഈ 3 സഹോദരങ്ങളിൽ ഒരാൾ വൈദികനാണെന്ന്. അതിന് കാരണമുണ്ട്. മാതാവിൻ്റെ മൂത്ത ബ്രദർ ഓർത്തഡോക്സ് സഭയിൽ ഒരു നല്ല പ്രഗത്ഭനായ ഒരു പട്ടക്കാരനായിരുന്നു. അദ്ദേഹം പിന്നീട് കോറെപ്പിസ്കോപ്പയായി. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഒരു റോൾ മോഡലായിട്ടാണ് കാണാറ്. അതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു കസിൻ ബ്രദർ മാർത്തോമാ സഭയിൽ ഒരു പട്ടക്കാരനായിരുന്നു, NK യോഹന്നാൻ അച്ഛൻ, ബുധനൂരിലെ. അപ്പോൾ ഇവർ 2 പേരുമുള്ള ഒരു ഭവനത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് മാതാവ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു വൈദികനാകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും വലിയ കാര്യമാക്കിയില്ല. എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ, ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എന്നെ ബ്രദറ് ബോംബെയിലൊരു മാനേജ്മെൻറ്റ് കോഴ്സിനാക്കി. അപ്പോൾ ആ കോഴ്സ് അതെനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അന്ന് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് ദാദർ പള്ളിയിലാണ്. അന്ന് അവിടുത്തെ വികാരി CI ജോർജ് അച്ഛനാണ്, അതിനേശ്വരി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതേ കേമമാണ്. ഇംഗ്ലീഷിലുള്ള കൊട്ടേഷൻസും മിക്കവാറും മുഴുവൻ സമയം ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും, സാഹിത്യമൊക്കെ. അപ്പോൾ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള പ്രസംഗങ്ങളാണ്. അവിടെ യുവജന സഖ്യത്തിലൊക്കെ നേരത്തെ തന്നെ സൺഡേ സ്കൂള്, യുവജന സഖ്യം, ഇതിനകത്തെല്ലാം പങ്കെടുത്ത ആളാണ്. പക്ഷേ വീണ്ടും ഇപ്പം നമ്മുടെ ഒരു ദൈവവിളി എന്ന് പറയുന്നത് ദൈവം തരുന്ന ഒരു ആഗ്രഹമാണ്, മനസ്സിൽ തരുന്ന ഒരു ഡിസയർ. അത് വളർത്തിയെടുക്കാനായിട്ട് പല മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കും. അപ്പോൾ എനിക്കൊരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ മാതാവ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ വളർത്തിയെടുക്കാൻ പല മുഖാന്തരങ്ങളുണ്ടായി. ഒന്ന് സൺഡേ സ്കൂൾ അധ്യാപകർ, അതുപോലെ തന്നെ യുവജന സഖ്യത്തിൻ്റെ പ്രവർത്തനം, ഇടവകയിലെ പ്രവർത്തനം, ഇതെല്ലാം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ സൺഡേ സ്കൂളിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ അതിലൂടെ അത് ഒരു ആദ്യം ഒരു വേഗമായിട്ടായിരുന്നു കുളിയെങ്കിൽ പിന്നീടത് ക്ലിയറായി. അങ്ങനെ ഞാൻ ബോംബെയിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നു. ജോലിയല്ല, മാനേജ്മെൻറ്റ് കോഴ്സ് പഠിക്കായിരുന്നു. അത് പൂർത്തീകരിച്ചില്ല, ഞാനിഞ്ഞ് പോരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അത് പൂർത്തീകരിക്കാതെ പോരുന്നു. നാട്ടിൽ വന്നപ്പോൾ ബ്രദാർ തന്നെ പറഞ്ഞു, തോമസ് മാർ അതിനേഷ്യസ് തിരുമേനി പോയി കാണാം. അദ്ദേഹം ഈ BD അഡ്മിഷൻ്റെ ഒക്കെ പനമന്ന തിരുമേനി. അപ്പോൾ തിരുമേനി പോയി കണ്ടപ്പം തിരുമേനിക്ക് സന്തോഷം. തിരുമേനി ഉണ്ടല്ലോ, ആദ്യം കാണുമ്പോൾ തന്നെ വലിയ ഒരു ഗൗരവത്തോടെ ഇരിക്കുന്നെങ്കിലും എന്നോട് വളരെ സ്നേഹത്തോടെ ഇടപെട്ടു. എന്നിട്ട് പ്രിൻസിപ്പൽ അച്ഛനെ വിളിച്ചു. അന്ന് അഡ്മിഷനൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ സമയമായി, ടെസ്റ്റെല്ലാം കഴിഞ്ഞായിരുന്നു. VP തോമസ് അച്ഛനാണ് പ്രിൻസിപ്പൽ. അപ്പം ജബൽപൂരിൽ ഞങ്ങൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ ഒരു ആർമി ഓഫീസറാണ്. അപ്പോൾ ജബൽപൂർ ഉണ്ടായിരുന്നപ്പോൾ അവിടെ പള്ളിയിലും അതുപോലെ തന്നെ സൺഡേ സ്കൂളിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ VP തോമസിന് എന്നെ അറിയാം, എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല, എൻ്റെ ബ്രദറിനെയൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തെന്നറിയാമോ, ഉടൻ തന്നെ ഒരു ടെസ്റ്റ് അവിടെ ഞാൻ തന്നെത്താനെ ഒരു ടെസ്റ്റ് എഴുതി 2 മണിക്കൂർ, ബൈബിൾ നോളജ്, ഇംഗ്ലീഷ്. അന്നേരം തന്നെ നോക്കിയിട്ട് പറഞ്ഞു, അടുത്ത ദിവസം ഇൻ്റർവ്യൂ ഉണ്ട്, അതിന് പറയണമെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരുടെ ഇൻ്റർവ്യൂ ആണ്. അങ്ങനെ പോയി ഞാൻ BDക്ക് ചേർന്നു. അങ്ങനെയാണ് ഇതിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. സൺഡേ സ്കൂൾ അധ്യാപകരുടെ പഠിപ്പിക്കുകയല്ല,
അവരുടെ ജീവിത മാതൃകകളാണ് എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ളത്. ഓക്കെ, അച്ഛൻ സൺഡേ സ്കൂൾ അധ്യാപകരാണ് അച്ഛനെ സ്വാധീനിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാതാവ്, അതെ, മാതാക്കളുടെ അന്നത്തെ ഒരു കാലഘട്ടത്തിലെ ഒരു പ്രാർത്ഥനകൾ നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സൺഡേ സ്കൂൾ ഏതായിരുന്നു? അധ്യാപകൻ ആരായിരുന്നു? ഞങ്ങൾ അന്ന് പുലിയൂരിടവകയാണ്, എന്നാൽ ചെറിയനാടൊരു സൺഡേ സ്കൂളുണ്ട്. ആ സൺഡേ സ്കൂളിലാണ് ഞാൻ പഠിച്ചു വന്നത്. ജബൽപൂരിൽ സൺഡേ സ്കൂളിൽ പഠിച്ചു, നാട്ടിൽ വന്ന് ചെറിയനാട് സൺഡേ സ്കൂളിൽ പഠിച്ചു. അവിടെയുള്ള 3 അധ്യാപകർ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഒന്ന് ഈ SC സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന MG വർഗീസ് സാറ്, പിന്നെ TA ഉമ്മൻ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, ബിജോയ് സാറിൻ്റെ ഫാദറാണ് MG വർഗീസ്. പിന്നെ ചെറിയനാട്ടൊരു TA ശാമുവലച്ചനുണ്ട്, തോമ്പിലേത്ത്, ഞങ്ങൾ തൊട്ടയൽവക്കമാണ്. TA ശാമുവലച്ചൻ 10 വർഷം മുമ്പ്, എന്നേക്കാൾ 10 വർഷം മുമ്പ് അച്ഛനായ അച്ഛൻ, ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. അദ്ദേഹം എനിക്ക് വളരെയധികം സ്വാധീനം ചെയ്തിട്ടുണ്ട്. MC ജോർജ് അച്ഛൻ, പുലിയൂരെ മേടയിൽ ഡോക്ടർ MC ജോർജ് അച്ഛനും എനിക്കൊരു മാതൃകാ പട്ടക്കാരനായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അച്ഛാ, ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സൺഡേ സ്കൂളിന്റെ പ്രസക്തി ഇന്നും ഏറെയുണ്ട് അല്ലേ? ഉണ്ട്, പക്ഷേ അത് എത്രമാത്രം എഫക്റ്റീവാണ് എന്നുള്ളതാണ്. അത് ഇന്നത്തെ സാഹചര്യങ്ങൾ അതിന് കാരണമാണ്. സ്കൂളിൽ പോകുന്നു, സ്കൂളിലെ പഠനങ്ങളൊക്കെ, അതിനൊക്കെയുള്ള ഒരു സമയം ഇതിനായി വേർതിരിക്കുവാൻ. പക്ഷേ മാതാപിതാക്കൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ ആ പാതയിൽ വളർത്തുവാനായിട്ട് കഴിയും. സൺഡേ സ്കൂളിൽ ഒരുക്കി വിടുന്നതിന് ഒക്കെ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് പേരൻസിന്റെ ഒരു കമ്മിറ്റ്മെന്റ് കൂടിയാണ്. അതെ. അച്ഛൻ്റെ ജീവിതത്തിൽ അധനേഷ് സിനിമയുടെ ഒരു പള്ളിയിലെ അച്ഛൻ അല്ലെങ്കിൽ വികാരി അച്ഛൻ്റെ ഒരു കരുതലും സ്നേഹവും ഇംപ്രസീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പുരോഹിതൻ ഒരു പാലം പണിയുന്നവനാണ്. ആ പുരോഹിതൻ കുട്ടികളിലേക്ക് ഇറങ്ങണം, അതും ഒരു കാഴ്ചപ്പാടാണ്. അതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയുന്നത്? കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം അച്ഛന്മാർക്ക് ഉണ്ടാകണം. ഇപ്പോൾ പല അച്ഛന്മാരും അവരെ കൺസിഡർ ചെയ്യാതെ അങ്ങ് ഒഴിവാക്കും. അവരെ പേര് വിളിച്ച്, കുഞ്ഞുങ്ങളുടെ എല്ലാം പേര് ഓർത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അവരുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നത്, എല്ലാവരെയും ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നത് നല്ലതാണ്. ഇടവകളിൽ ഒരു കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടാകണം, യുവജനസഖ്യവുമായിട്ടും യുവജനങ്ങളുമായിട്ടും. അവരെ അകറ്റിക്കളയാനായിട്ടല്ല, ആ ഒരു ബന്ധത്തിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് നേടാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ ഇന്നത്തെ സാഹചര്യങ്ങളിൽ മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ അങ്ങ് പോവുകയാണ്, അവർ പഠനത്തിനായിട്ടൊക്കെ പോവുകയാണ്. പക്ഷേ അച്ഛന്മാർക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. ആ ഒരിടവകയിൽ ഇരിക്കുമ്പോൾ ആ ഇടവകയിൽ നിന്ന് ദൂരെ പോയിരിക്കുന്ന കുട്ടികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. എന്നിട്ട് അവരെ കോണ്ടാക്ട്, അവരെവിടെ എന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്നിട്ടെങ്കിൽ ആരാധനയ്ക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും ഒക്കെ കഴിയും. പക്ഷേ അവർ നമ്മളൊന്നും അത്ര കൺസേൺഡ് അല്ല, അവരെവിടെ പോകുന്നതൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. ഓക്കെ, അച്ഛൻ വിവിധ ഭദ്രാസനങ്ങളിൽ ഭദ്രാസന സെക്രട്ടറി ആയിട്ടിരുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഇടവക ലൈഫിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മിനിസ്ട്രി, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയായിരുന്നു അത് ഫേസ് ചെയ്തത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ കണ്ടത്? എൻ്റെ വൈദിക ശുശ്രൂഷയെ 4ആയിട്ട് ഞാൻ തിരിക്കാറുണ്ട്, 4 തലങ്ങളിൽ. ഒന്ന് ഇടവക തലം, 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഞാൻ ഒത്തിരി ഇടത്ത് സ്കൂളിൻ്റെ ചുമതല, മൈസൂരിൽ നിന്നാണ്, ഗൂഡല്ലൂർ, തിട്ടമേല്, ചുങ്കത്തറ, പാരൽ കോളേജ്, ഇപ്പോൾ ഇതെല്ലാമാണ്. അപ്പോൾ 2ാമത്തെ തലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. 3ാമത്തെയാണ് ഈ ഭദ്രാസനം. ഭദ്രാസന സെക്രട്ടറി, ഭദ്രാസന വികാരി ജനറൽ. 4ാമതൊരു തലം കൂടെ ഞാൻ കാണാറുണ്ട്, ഇടവയ്ക്ക് സഭയ്ക്ക് പുറത്തുള്ള ശുശ്രൂഷ, സാമൂഹ്യ പല കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇപ്പം അച്ഛൻ ചോദിച്ചത് ഒരു അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് അല്ലയോ? അതെ. ഇതിലേതാ മെച്ചമെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എങ്ങനെയാണ് അതിന് കാഴ്ചപ്പാട്? എൻ്റെ ഒരു ചിന്ത ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് രണ്ടിനും ഒരു ബിൽഡിംഗ് ഓഫ് ദ പീപ്പിൾ ഉണ്ടാകണം. അവരുമായിട്ടുള്ളൊരു നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യണം. അതുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷനും ശരിയാകും, ഇടവക പ്രവർത്തനങ്ങളും ശരിയാകും. തമ്മിലുള്ള ഇടവക ജനങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ആ സമൂഹത്തിലുള്ള അവർ തമ്മിലുള്ള ബന്ധം,
അച്ഛനും അവരുമായിട്ടുള്ള ബന്ധം അതാണ് ഏറ്റവും. ഇപ്പം പുതുതായിട്ടൊരു ഇടവകയിൽ ചെല്ലുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് നമുക്ക് വലിയ താല്പര്യമായിരിക്കും, ഒരു അഭിനിവേശം ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാത്തിനും ബേസിക് ഞാനിരുന്ന ഇടവകളിലൊക്കെ ഇടവക ജനങ്ങളെ, അതുകൊണ്ട് ഇപ്പോഴും ആ ഇടവകയിലുള്ള ആളുകളുമായിട്ട് വളരെ നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. അവിടെ പോകുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല. അപ്പോൾ ഇടവക ആളുകളുടെ ബന്ധങ്ങൾ ശരിയാക്കിയാൽ എല്ലാം വാങ്ങി. പക്ഷേ കാര്യവിചാരകത്വമാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. നമ്മളൊരു നേതാവായിട്ടിരിക്കും, അഡ്മിനിസ്ട്രേറ്ററായിട്ടിരിക്കും, റൂളറൊന്നുമല്ല. അവിടെ നമ്മൾ ദാസ ശുശ്രൂഷ ചെയ്യുന്നത് ഇടപെടലുകളിലൂടെയാണ് ഇതെല്ലാം വിജയിപ്പിക്കാൻ പറ്റുന്നത്. എനിക്ക് ഈ അച്ഛൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സെമിനാരി പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്, പ്രസ്സിലിരിക്കാൻ പറ്റിയിട്ടുണ്ട്. തൊഴിലാളികൾ എന്ന് പറയുന്നവരൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മളെല്ലാം ഫ്രണ്ട്സായിട്ടൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെയാണ്. കൊച്ചടവകയാണ്, അതൊരു കൊച്ചടവകയാണ്. ഇപ്പം ഞാൻ അന്ന് സ്കൂളിലൊക്കെ ഇരിക്കുമ്പോൾ അധ്യാപകർ, കുഞ്ഞുങ്ങൾ അവർ പല മതത്തിൽപ്പെട്ടവരാണ്. ഞാൻ മിക്കവാറുമുള്ള സ്കൂളുകളിൽ രാവിലെ പ്രാർത്ഥനയ്ക്ക് അധ്യാപകരുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും നടത്തും. അപ്പോൾ അതിന് എല്ലാവരും വരും, ഹിന്ദുക്കളും അല്ല മറ്റ് മതത്തിലുള്ളവരുമുണ്ട്. അന്നേരം ഒരു ചെറിയ മെസ്സേജ് കൊടുക്കും. ഇപ്പോഴും എന്നെ അവർ കാണുമ്പോൾ പറയും, അച്ഛൻ അന്ന് പറഞ്ഞ പ്രസംഗങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ എവിടെയാണെങ്കിലും ഞാൻ ഓർക്കുന്നു, പൈലിയച്ഛൻ ചെങ്ങന്നൂർ സിംഗോളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. എൻ്റെ പെങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞത് അച്ഛനായിരുന്നു പ്രിൻസിപ്പൾ. അച്ഛൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ബഹുമാനവും പേടിയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടാണേലും ഇടവകയാണേലും അച്ഛൻ ദൈവത്തിൻ്റെ കാര്യവിചാരകനാണ്. ഞാൻ ചോദിക്കുന്നു, ഒന്നുകൂടെ ചോദിക്കുകയാണ്, ഇതിലേത് മിനിസ്ട്രിയാണ് അച്ഛന് ഏറ്റവും ഇഷ്ടം? അത് ഇടവക ശുശ്രൂഷ, രണ്ടും വലിയ ഇഷ്ടമാണ്. കൂടുതൽ സന്തോഷം നൽകുന്ന ഇടവകയാണ്. കാരണം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇടവകയിലുണ്ട്. ഇതിൻ്റെ ഒരു സ്നേഹം, കരുതൽ അച്ഛൻ അത് അനുഭവിക്കുന്നില്ലേ? ഞാൻ 18 വർഷം കുന്നംകുളം മദ്രാസ് കുന്നംകുളം ഭദ്രാസനത്തിലായിരുന്നു. 18 വർഷം. എന്നെ ഇപ്പോഴത്തെ മെത്രാപ്പൊലീത്ത തിരുമേനി അന്നും ഉണ്ടായിരുന്നു അവിടെ. അന്നേരം അദ്ദേഹം വിളിക്കുന്നത് മലബാർ സ്പെഷ്യൽ എന്നാണ്. കാരണം ഇത്രയും വർഷങ്ങൾ അവിടെ ഇരുന്നതാണ്. അവർ ഇവിടുള്ള അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ ആളുകളെക്കാൾ കുടിയേറി പാർത്തവരാണ്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ പറഞ്ഞില്ലേ, അവരുടെ ആ ആത്മീയതയും അവരുടെ ആ വിശ്വസ്തതയും ആ നിസ്വാർത്ഥതയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും. കഷ്ടപ്പാടുകളായിരുന്നു. അതെ. അപ്പോൾ അത് വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരോടുകൂടെ സമയം ചെലവഴിക്കാൻ സാധിച്ചതൊരു വലിയ സന്തോഷമായിട്ട് തോന്നുന്നു. ഞാൻ ഓർക്കുന്നു, അച്ഛന് മൈസൂരിലുള്ള സമയത്താണെന്ന്, ഞാൻ കാലിക്കറ്റിലെ ചെങ്ങറൂത്തിലുണ്ടായിരുന്നു ആ സമയത്ത്, ഇടവശ സിനിമയോടുള്ള സമയത്തൊക്കെ. ഞാൻ ഇപ്പോഴും പറയും, അവിടെയൊക്കെ തിരിച്ചു പോയാൽ ഭയങ്കര സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. പലപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പോകാറുണ്ട്. അപ്പം മലബാറിലെ ജനങ്ങൾ മാത്രമല്ല, ഇടവകയിലെ ജനങ്ങൾ നമ്മെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ലൈവായിട്ട് പോകുന്നു. അവിടെയാണ് ഒരു ഇടവക ശുശ്രൂഷ അച്ഛൻ പാലം പണിയുന്നവൻ. അച്ഛന് വന്ന മേഖലകളിൽ അച്ഛന് സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ പടം വരയ്ക്കുമായിരുന്നു. ഒരു ആർട്ടിസ്റ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന അച്ഛൻ. എങ്ങനെയാണ് അച്ഛൻ്റെ വര? അത് തുടരാൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ അത് വല്ലതും ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ്? വലിയ ആർട്ടിസ്റ്റൊന്നും അല്ല, എന്നാൽ പടം വരയ്ക്കും. ഞാൻ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ ആയിരുന്നപ്പോഴും ചെറുതായിട്ട് വരയ്ക്കുമായിരുന്നു. സെമിനാരി ചെന്നപ്പോൾ എനിക്ക് അതിനൊരു അവസരം നൽകി. VP തോമസ് അച്ഛനും KV മാത്യുച്ചനും ഒക്കെ വളരെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. KV മാത്യുച്ചൻ പറയുന്നുണ്ട്, ഈ വര ഒരിക്കലും കളയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചലനം എന്ന കയ്യെഴുത്തു മാസികയായിരുന്നു അന്ന്. അതിൻ്റെയൊക്കെ മുഖചിത്രവും ഒക്കെ എഴുതുകയൊക്കെ ചെയ്തത് ഞാൻ തന്നെയായിരുന്നു 3 വർഷം. പിന്നെ യൂഹാനോൻ തിരുമേനിയുടെ ഒരു പെൻസിൽ ഡ്രോയിങ് വരച്ചത് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്ന് എനിക്ക് യാത്രയപ്പ് തന്നപ്പോൾ അവരെന്തോ ചെയ്തെന്നറിയാമോ, ഞാൻ അറിയാതെ സെമിനാരിൽ പോയി അതിൻ്റെ ഒരു പടം എടുത്തിട്ട് ഒരു പ്ലാക്കാക്കി എനിക്ക് അന്നേരമാണ് അറിയുന്നത്. അപ്പോൾ അന്ന് തുടങ്ങിയതാണ്. പക്ഷേ അച്ഛനായി കഴിഞ്ഞിട്ട് 45 വർഷക്കാലം ഞാൻ വരച്ചില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ സമയത്തിരക്ക് കൊണ്ടാണ്. ഇരുന്ന ഇടവകളിലെല്ലാം ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷനും ഇടവകയും എല്ലാം ഇടവകയായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ സമയവും. അതിൻ്റെ കൂടെ അഡീഷനാണ് ഈ സ്ഥാപനങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടിയിട്ടില്ല. പക്ഷേ റിട്ടയർ ചെയ്തപ്പോൾ എനിക്ക് അവസാന യാത്രയപ്പോൾ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്നാണ്. അപ്പോൾ തിരുവനന്തപുരത്തിൽ നിന്ന് പോരാൻ നേരത്ത് അന്ന് അവിടെ
ഭദ്രാസന എപ്പിസ്കോപ്പ ബർമാസ് തിരുമേനിയാണ്. അപ്പോൾ തിരുമേനിയോടൊരു പടം വരച്ചിട്ട് അന്ന് തിരുമേനിക്ക് പ്രസൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പിന്നീട് കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ ഈ ലോക്ക്ഡൗൺ, ഒരു 3 മാസം ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ. അന്നേരം വീട്ടിലിരിക്കുകയായിരുന്നു. അന്നേരം ഒരു 30 പടങ്ങൾ വരച്ചു. അപ്പോൾ ഈ ഭാഗ്യത്തിന് ആ സമയത്ത് എൻ്റെ കയ്യിൽ കളറും പേപ്പറും ഒക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായി. തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങനെ വന്ന അവസരത്തിൽ, ഇപ്പോൾ റിട്ടയർ ചെയ്ത അവസരത്തിൽ ഞാൻ ഒരു 25 പടങ്ങൾ 30 പടങ്ങൾ വരച്ചു. അതിൽ പ്രധാനപ്പെട്ടത് ഞങ്ങൾ പടുന്ന പുതിയ വീട്ടിൽ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കിടെക്റ്റ് പറഞ്ഞു ഇന്നയിടത്തൊക്കെ പടം വേണമെന്ന്, അത് നമുക്ക് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വാങ്ങിക്കുകയൊന്നും വേണ്ട, ഞാൻ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. പറഞ്ഞിടത്ത് വെച്ചിട്ടുണ്ട്, അച്ഛൻ വന്നാൽ കാണാം. എനിക്ക് തോന്നുന്നു നമ്മുടെ സെമിനാറിയാണ് എന്നെയൊക്കെ ഒരുപാട് MJ ജോസഫ് അച്ഛൻ ജേർണലിസം പഠിക്കാൻ വിടുന്നു. ആദ്യമായിട്ട് അവിടെ പോയി കാർട്ടൂൺ വരയ്ക്കുന്നു, പത്രത്തിൽ ഇടുന്നു. പിന്നെ ചലനം മാസിക, സത്യത്തിൽ അവിടെ നിന്ന് നമുക്ക് തരുന്ന വിത്ത് പാകി തരുന്നതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ അധ്യാപകരോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കാരണം അവരൊരുപാട് പ്രോത്സാഹിപ്പിച്ചു. പടം വര എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അത് ശരിക്കും നമ്മൾ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അച്ഛനത് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛൻ എക്യുമെനിക്കൽ വേദികളിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. പുലിയൂർ, അതുപോലെ തന്നെ ചെറിയനാട്, ഹൈന്ദവരുടെ സംസ്കാരം ഒരു നാട്ടിലാണ്. അച്ഛൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? എക്യുമെനിക്കൽ സ്കൂളിൽ കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നു, നമ്മുടെ മതത്തിലല്ലാത്ത. എങ്ങനെയാണ് അച്ഛൻ്റെ ആ ദർശനം ഉണ്ടാക്കിയെടുത്തത്? എൻ്റെ ചിന്ത എക്യുമെനിക്കൽ അല്ലെങ്കിൽ സാമൂഹ്യ ദർശനം എന്നൊക്കെ പറയുന്നത് കർത്താവിൻ്റെ ദർശനം തന്നെയാണ്. കർത്താവിൻ്റെ ദർശനം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരുപോലെ കാണുക, നീതിബോധത്തോടുകൂടി എല്ലാവരെയും ഒരുപോലെ കാണുക, സമത്വം. അതുപോലെ തന്നെ എല്ലാ മനുഷ്യനും കരുതൽ നൽകേണ്ട ആളുകളാണ്. എല്ലാവരും മനുഷ്യാനുകൂലമായിട്ടുള്ള രീതിയിൽ വളരേണ്ടതാണ്. അങ്ങനെ ഒരു ചിന്ത പലപ്പോഴും എനിക്ക് വേദപുസ്തകത്തിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിച്ചത് ചെറിയനാട് സ്കൂളിലാണ്. എനിക്ക് കൂടുതലും മറ്റ് അത് ഹിന്ദുക്കളായിട്ടുള്ള, അവിടെ കൂടുതലും ഹിന്ദുക്കളുള്ള ഫ്രണ്ട്സാണ്. അവരുടെ കൂടെ ഞാൻ അവരുടെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഒരിക്കലറിയാം, ഈ ചില സ്ഥാനത്ത് അമ്പലത്തിൽ കയറാനായിട്ട് അനുവാദമില്ല. അപ്പം എന്നെ ഇവർ കൊണ്ടുപോയി അവിടെ കൊണ്ടിരുത്തും. ഒന്നും പേടിക്കേണ്ട അവിടെ ഇരിക്കുന്നത്. കാരണം അത് അവരുടെ ഒരു സ്നേഹം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഞങ്ങൾ വളർന്നു വന്നത്. അതുകൊണ്ട് പൊതുവായിട്ട് ഇപ്പോഴും റിട്ടയർ ചെയ്ത് അവിടെ ചെന്നപ്പോഴും അവരുടെ പല പരിപാടികൾക്ക് ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ എക്യുമെനിക്കൽ ഫീൽഡിൽ ഒരു വലിയ അനുഭവം എന്ന് പറയുന്നത് ഡൽഹി ഭദ്രാസനത്തിൽ ഇരിക്കുമ്പോൾ അവിടെ അച്ഛന്മാരുടെ ഒരു ഫെലോഷിപ്പുണ്ട്. അതിൻ്റെ പേര് ഡൽഹി ക്രിസ്ത്യൻ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്നാണ്. ഏകദേശം 500 അച്ഛന്മാരാണ് അതിന് മെമ്പർഷിപ്പ് ഉള്ളത്. പല കാത്തലിക്സാണ് കൂടുതലും. അപ്പോൾ ഒരു ബിഷപ്പ് പ്രസിഡൻറ്റും ഒരു അച്ഛൻ സെക്രട്ടറിയുമാണ്. അപ്പോൾ ഒരിക്കൽ അവിടുത്തെ ആർച്ച് ബിഷപ്പ് പ്രസിഡൻറ്റും ഞാൻ സെക്രട്ടറിയുമായിരുന്നു. അത് എനിക്ക് വളരെ വലിയൊരു അനുഭവമായിരുന്നു, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അച്ഛന്മാരുടെ മീറ്റിംഗ് കൂടുവാൻ നമ്മുടെ തിരുമേനിമാരും പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു. ഇവരുടെ എല്ലാവരുടെയും ഒരു ഡയറക്ടറി ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കാൻ ഈ 2 വർഷം എനിക്ക് സാധിച്ചു. പിന്നെ പല ഇടങ്ങളിലും ഇരിക്കുന്ന സമയത്ത് എക്യുമെനിക്കൽ പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ അമ്മ സ്വാധീനിച്ചെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പിതാവ് ശരിക്കും പട്ടാളച്ചിട്ടയിൽ പറയുന്ന പോലെ തന്നെ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ പേടിയുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഈ പേരൻസ് ഒക്കെ അടിക്കുകയൊക്കെ ചെയ്യില്ലായിരുന്നു നമ്മളെ. അടിക്കും. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ അടികളായിരുന്നു. ചിട്ട വരുത്താൻ വേണ്ടിയാണ്. ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്, എൻ്റെ ബ്രദർ ഇപ്പോഴത്തെ ഡോക്ടർ, അദ്ദേഹം ഈ സന്ധ്യ ആകുമ്പോൾ വൈകിട്ടൊക്കെ ഇങ്ങനെ കളിക്കാനായിട്ട് പോകും. ലേറ്റായിട്ട് വരുമ്പോൾ ഒരു പ്രാവശ്യം ഇച്ചിരി ലേറ്റായി നല്ല അടി കൊടുത്തു. ഞാനും അങ്ങ് പേടിച്ചു, ഞാൻ ഇളയാളല്ല. അപ്പോൾ അങ്ങനെ ഒരു ആ അച്ചടക്കം പിതാവിൽ നിന്ന് ലഭിച്ചത് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അതൊക്കെ ഒരുപാട് വളരെ സഹായിച്ചിട്ടുണ്ട്. പെർഫെക്ഷനിസ്റ്റ് ആണോ അച്ഛൻ? അങ്ങനെ പറയാനൊക്കത്തില്ല, ഞാൻ പറയത്തില്ല. അല്ല, ഞാൻ ചോദിച്ചത്, നമുക്ക് ചില കാര്യങ്ങൾ മേശപ്പാലം ഡിസ്റ്റർബ്ഡ് ആയിരുന്ന നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. കിട്ടിയ എഴുത്തിന് മറുപടി കൃത്യസമയത്ത് കിട്ടിയില്ലെങ്കിൽ ഡിസിപ്ലിൻ നമുക്ക് ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാവും. ഒരു ഉദാഹരണം പറയാം. മറ്റുള്ളവർ പറയുന്നതാണല്ലോ നമുക്ക്, അല്ല ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല.
ഡൽഹി ഭദ്രാസനത്തിൽ ഞാൻ അവിടുത്തെ ഫയലുകളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആക്കി. ഞാൻ അവിടുത്തെ ഡൽഹി ഭദ്രാസനത്തിൻ്റെ ആദ്യത്തെ ഭദ്രാസന സെക്രട്ടറിയാണ്. കാരണം അതിനു മുമ്പ് ഡൽഹി ബോംബെ ഭദ്രാസനമായിരുന്നു. അപ്പോൾ രണ്ടായിട്ട് തിരിഞ്ഞാൽ ആദ്യത്തെ അപ്പോൾ അതിൻ്റെ കറക്റ്റായി. പിന്നീട് വന്ന ഒരാൾ പറഞ്ഞു അവിടുത്തെ ആ ഫയലിംഗ് സിസ്റ്റം വളരെ നന്നായിട്ട്, അത് അച്ഛൻ ചെയ്തതാണെന്നാണ് ഞാൻ അറിയുന്നത് എന്ന് എന്നോട് പറയുന്നുണ്ട്. അതെനിക്ക് ഒരു പ്രോത്സാഹനമായിട്ട്. ചിലപ്പോൾ നമുക്ക് എന്നാന്നറിയാം, നമുക്ക് സുഖം തോന്നും അങ്ങനെ ചെയ്തു വെച്ചാൽ. കുറേ പേര് നാൾ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. കൽപ്പന ഇവിടെ നോക്കണം, ഏത് പള്ളിയുടെ ആണെന്നുള്ള സിസ്റ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പുറകെ വരുന്ന ആളുകൾ ഒരുപക്ഷെ നമ്മളെ കൂടെ ഇരിക്കുന്ന ആളുകൾ ചെയ്തില്ലേ നമ്മൾ അസ്വസ്ഥരാകും. ചിലപ്പം നമ്മൾ പറയും നമ്മുടെ ഈ പെർഫെക്ഷൻ്റെ പ്രശ്നമാണ് നമുക്ക് ഈ അസ്വസ്ഥ. ഇഗ്നോർ ചെയ്യാമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ നമ്മളെ കൊണ്ട് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിസിപ്ലിൻ നമ്മുടെ പേരൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഒരു അടിയിൽ കൂടെ. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇന്ന് കുട്ടികളെ വഴക്ക് പറയാൻ പറ്റൂല. സൺഡേ സ്കൂൾ അധ്യാപകർ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് വരും. മോളെ വഴക്ക് പറഞ്ഞു, ഇതെന്നാ പട്ടാള ചിട്ടയാണോ? ഞാനതുകൊണ്ട് തന്നെ സെയിം വാചകം ഉപയോഗിക്കുന്നത്. എയർഫോഴ്സിലാണേലും ആർമിയിലാണേലും നേവിയിലാണേലും അവർക്കൊരു ചിട്ട ഉണ്ടായിരുന്നു. അതിനെ പൊതുവെ നമ്മൾ പട്ടാള ചിട്ട എന്ന് പറയുന്നത്. അച്ഛന്മാർ ഡിസിപ്ലിൻ ഉള്ളവരായിരിക്കണം. പക്ഷേ ഇന്നത്തെ പ്രോബ്ലം, അച്ഛൻ്റെ അനുഭവം ഞാൻ ചോദിക്കുകയാണ്, പേരൻസ് കുട്ടികളെ വഴക്ക് പറയാൻ അനുവദിക്കുന്നില്ല. അതിന് കാരണം അതിൻ്റെ ദൂഷ്യം എന്നാണ്. സൺഡേ സ്കൂളിലെ ആണേലും കുട്ടികളെ ഇപ്പോൾ ഒന്ന് വഴക്ക് പറയാം. പണ്ടാണ് നമ്മളെ എത്ര പേര് വഴക്ക് പറയായിരുന്നു. പണ്ട് പേരൻസ് അച്ഛന്മാരോട് പറയായിരുന്നു അവനോട് വഴക്ക് പറയണോ, അല്ലെ അവനോട് പറഞ്ഞു കൊടുക്കണമെന്ന് പറയായിരുന്നു. ഇന്ന് ഈ കുട്ടികളെ തന്നെ പേടിയാണ് മാതാപിതാക്കൾക്ക്. എന്നല്ലേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരികയാണിപ്പോൾ. അത് ഇപ്പോഴത്തെ നമ്മുടെ സാമൂഹ്യ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പേടിക്കുന്നത് കൊണ്ടായിരിക്കാം. ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ അച്ഛാ, മാധ്യമ സംസ്കാരം, അതായത് ടെലിഫോൺ, ടി വി ഒന്നും ഇപ്പോൾ കാണുന്നില്ല, എല്ലാം ഫോണിനകത്തുണ്ട്. അപ്പോൾ ആ മാധ്യമ സംസ്കാരം കൊണ്ടാണോ, സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടൊക്കെയാണോ ഇങ്ങനെ പേടിക്കുന്നതും കുട്ടികളെ പേടിക്കുന്നതും അവരെ സ്വാധീനിച്ചിട്ടുണ്ടോ? അതെ. കാരണം ഒരു നോ പറയാൻ, ചില കാര്യങ്ങൾക്ക് നോ പറയാൻ മാതാപിതാക്കൾക്കോ അച്ഛന്മാർക്കോ അധ്യാപകർക്കോ സാധിക്കുന്നില്ല. നോ പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പരിണിത ഫലം? ഇപ്പോൾ ടി വി കാണരുത്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് കാണരുത്, മൊബൈൽ വളരെ കുറച്ച് ഉപയോഗിക്കാവൂ എന്നൊക്കെ പറയാനായിട്ടുള്ള ഒരു മോറൽ കറേജ് ഇല്ലാതെ പോയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഈ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. നമ്മുടെ മിനിസ്റ്ററിൽ തന്നെയാണെങ്കിലും നമുക്കും പേടിയുണ്ടാവും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് ഗുണം പറയാൻ പറ്റുമോ, ദോഷം പറയാൻ പറ്റുമോ, അതിൻ്റെ ഭാഗം കട്ട് ചെയ്തായിരിക്കും, ട്രീറ്റ് ചെയ്തായിരിക്കും ഇടുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അച്ഛാ, സംതൃപ്തി എന്ന് പറയുന്നത്, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കമ്പോളത്തിൻ്റെ ഉൽപ്പന്നമല്ല. ഒരു പുരോഹിതൻ സംതൃപ്തനാണ് എന്ന് പറയാൻ എന്താണ് അതിൻ്റെ പിന്നിലെ കാര്യം? അച്ഛൻ ആ സംതൃപ്തി എങ്ങനെയാണ് കാണുന്നത്? ആർ യു സാറ്റിസ്ഫൈഡ് എന്ന് ഞാൻ ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? എൻ്റെ ശുശ്രൂഷ കാലത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് എനിക്ക് സംതൃപ്തിയാണുള്ളത്. ഒരു ഇടവകയിൽ നിന്നുള്ള ഒരു അങ്കിൾ എന്നോട് ചോദിച്ചു, അച്ഛാ, ജീവിതത്തിൽ സംതൃപ്തി തരുന്നത് എന്താണ്? അച്ഛന് സംതൃപ്തനായിരിക്കുന്നത് എന്ത് കാര്യത്തിലാണ്? അപ്പം ഞാൻ പറഞ്ഞു, ഒരു വിശുദ്ധ കുർബാന ചൊല്ലിക്കഴിയുമ്പോൾ അതിന് ശേഷമുള്ള ആ സമയം എനിക്ക് വളരെ സംതൃപ്തി നൽകുന്നതാണ്, അതിലൂടെ ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹം. അതുകൊണ്ട് എനിക്ക് സംതൃപ്തിയെക്കുറിച്ചൊരു ചോദ്യം വരുന്നില്ല. ജീവിതത്തിൽ ശുശ്രൂഷ രംഗങ്ങളിൽ ദൈവം ഒരുക്കിയ കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുന്നതിന് എനിക്ക് സഭയിലൂടെ വിവിധ അവസരങ്ങൾ ലഭിച്ചു. അതൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് എനിക്ക് അസംതൃപ്തി ഒട്ടുമില്ല. ദൈവം കരുതി എന്നതാണ് നമ്മുടെ സംതൃപ്തി. കറക്റ്റ് ആണോ? അതെ. അപ്പോൾ ഞാൻ പറഞ്ഞത് കമ്പോളത്തിൻ്റെ ഉൽപ്പന്നമല്ല. നമ്മൾ പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്ക് എടുത്തത് ഇതായിരുന്നു. പൗലോസ്ലീഹ പറഞ്ഞു, എനിക്കില്ലായ്മയിൽ ഇരിപ്പാൻ അറിയാം, സമൃദ്ധി ഇരിപ്പാൻ അറിയാം. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അതാണ്. ദൈവം കരുതല്ല. നമ്മൾ എത്ര രോഗങ്ങളിൽ, അപകടങ്ങളിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ സംതൃപ്തി. ചില കുടുംബം, കൊച്ചമ്മ, മക്കൾ. എൻ്റെ സഹധർമ്മിണി ടീച്ചറായിരുന്നു 18 വർഷം. അതിനെക്കുറിച്ചൊരു കാര്യം പറയാറുണ്ട്. MA B.Ed ആണ്. അപ്പോൾ നല്ലൊരു അധ്യാപികയായിരുന്നു. 18 വർഷം പഠിപ്പിച്ചത് ICSE സ്കൂളുകളിൽ മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് അല്ലേ?
എല്ലാം പ്രൈവറ്റാണ്. നമ്മള് അതിനൊരു കാരണമുണ്ട്. ഞങ്ങളുടെ കല്യാണം നടത്താനായിട്ട് ഞാനും എൻ്റെ ബ്രദറും തോമസ് മാറാഥാനാസ് തിരുമേനിയെ ക്ഷണിക്കാനായിട്ട് ചെന്നു. തിരുമേനി പറഞ്ഞു ഞാൻ വരാം, പക്ഷേ ഒരു കണ്ടീഷൻ, ഭാര്യ ജോലി ചെയ്യാൻ പാടില്ല, സ്ഥിരമായ ജോലി ചെയ്യാൻ പാടില്ല. ഞങ്ങൾ സമ്മതിച്ചു. ഞാൻ ചുങ്കത്തറ കോളേജിലൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. പാരൽ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപികയാണ് എൻ്റെ വൈഫ്. അവിടെ കോളേജിലൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഈശോ മാത്യൂസ് തിരുമേനി പറഞ്ഞു കൊച്ചമ്മമാരും ജോലി ചെയ്യണ്ട. ആ കൊച്ചമ്മ ഒരു 2-3 കുട്ടികളെയൊക്കെ പിടിച്ച് ട്യൂഷൻ നടത്തിയാൽ മതി. അപ്പം തിരുമേനി ആ 2 തിരുമേനിമാരുടെ ഒരു ദർശനം ഞങ്ങളങ്ങ് സ്വീകരിച്ചു. അതുകൊണ്ട് ഞാൻ പോയിടങ്ങളിൽ സ്കൂളിൽ അവസരമുണ്ടെങ്കിൽ പഠിപ്പിച്ചു. അച്ഛാ, ഇത് അലക്സാണ്ടർ തിരുമേനിയുടെ ദർശനമായിരുന്നു. അതെ, അലക്സാണ്ടർ തിരുമേനി എന്നോട് പറഞ്ഞുകൊണ്ട് ഞാനും ഈ സെയിം തീരുമാനത്തിലാണ് നിന്നത്. പോകുന്നിടത്തെല്ലാം വർക്ക് ചെയ്യുന്നു, കിട്ടുന്ന അവസരങ്ങൾ സഭയിൽ ചെയ്യുന്നു. നമുക്ക് പിന്നെ ഞാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ദൈവം നടത്തി. പക്ഷേ ദൈവം നടത്തി. തിരിഞ്ഞു നോക്കുന്നവരുടെ എത്ര അത്ഭുതകരമായ. ടെൻഷനില്ല, ട്രാൻസ്ഫറിന്റെ സമയത്ത് ടെൻഷനില്ലായിരുന്നു. അപ്പോൾ വൈഫ് കരുവാറ്റ ഇടവക്കാരിയാണ്, അരിപ്പാട് കരുവാറ്റ. 2 മക്കൾ. മകൻ അജിൻ, അവനും അദ്ദേഹത്തിൻ്റെ വൈഫും ഫിസിയോതെറാപ്പിസ്റ്റാണ്. അവർ 2 പേരും അബുദാബിയിൽ ജോലി ചെയ്യുന്നു. അവർക്കൊരു കുട്ടി. രണ്ടാമത്തേത് മകൾ, അവൾ നെതർലൻഡ്സിലാണ്, ആംസ്റ്റർഡാം. അവിടെ യൂറോപ്പാണ്, ഇംഗ്ലണ്ട്. സണ്ണിലോ ഈ TCS കമ്പനിയിലാണ്, IT. മോളും വർക്ക് ചെയ്യുന്നു. അവർക്ക് 2 കുട്ടികൾ. അവർ 2 പേരും സന്തോഷമായിട്ടിരിക്കുന്നു. അച്ഛാ, ഇത്രയും നേരം അച്ഛൻ്റെ ആശയങ്ങൾ പങ്കുവച്ചു, അനുഭവങ്ങൾ പങ്കുവച്ചു. ഇത് വേൾഡ് വൈഡ് TVയിലുള്ള പ്രേക്ഷകർക്ക് അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദർശന സാഫല്യമാണ്. അതെല്ലാം സാക്ഷാത്കരിക്കാൻ ദൈവം ഇനിയിടെയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് കണ്ടുമുട്ടാം.